ട്രംപിന്റെ തള്ളും ഇറാന്റെ മറുപടിയും അല്ലാതെ ഈ ഒരു യുദ്ധത്തിൽ ഇപ്പം കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ചില സൈനിക ചേഞ്ചസുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അതാ പറയുന്നത്. വെറുതെ നമ്മൾ ട്രംപ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഇറാൻ ഇങ്ങനെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അവിടെ നടക്കുന്ന മറ്റ് അപ്ഡേറ്റുകളല്ലേ നമുക്ക് നോക്കേണ്ടത്, എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് കണ്ടിട്ടുള്ള 1-2 ന്യൂസുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് അമേരിക്കയുടെ സൈഡിൽ നിന്നുള്ള ചില സൈനിക മാറ്റങ്ങളും അതേ സ്ഥാനത്ത് ഇറാന്റെ സൈഡിൽ നിന്നുള്ള മറ്റ് ചില പുതിയ തന്ത്രങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അതല്ല, ഇറാൻ കരുതി വെച്ച ചില കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. അപ്പം വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലൈക്ക് ചെയ്യുക, അപ്പോഴേ ഒന്ന് റീച്ചിലോട്ട് പോവുള്ളൂ. കമൻറ്റും ചെയ്യുക, സബ് ചെയ്യാനുള്ളവരൊക്കെ അതും ചെയ്യുക. അങ്ങനെ ഈ മിസൈൽ പോകുന്ന വേഗത്തിൽ നമ്മുടെ ചാനലും വേണം മുന്നോട്ട് കുതിച്ചു വരാൻ. എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും ഒരു ആവശ്യമായതുകൊണ്ട്. അപ്പം നേരെ വീഡിയോയിലോട്ട് വരാം. ഈ F-35 വിമാനങ്ങളുണ്ടല്ലോ, അമേരിക്കയുടെ തന്നെ ഏറ്റവും അത്യാധുനിക വിമാനങ്ങളിൽപ്പെട്ട F-35 വിമാനങ്ങളിലെ F-35A ലൈറ്റിംഗ് 2 എന്ന് പറഞ്ഞിട്ടുള്ള വിമാനങ്ങൾ അറ്റ്ലാന്റിക് സമുദ്രം കടന്നിട്ട് ഇപ്പം അസോറസ് എന്ന് പറഞ്ഞിട്ടുള്ള സൈനിക ബേസിലോട്ട് എത്തിയിട്ടുണ്ട്. ഇത് പോർച്ചുഗലിന്റെ അടുത്തുള്ള, അല്ലെങ്കിൽ പോർച്ചുഗലിന്റെ അണ്ടറിൽ വരുന്ന ഒരു ദ്വീപ്, ഒരു ഐലൻഡ് പോർഷനാണ്. അവിടുത്തെ ഒരു അമേരിക്കൻ ബേസ് ആണ് ഇവിടെ. അപ്പോൾ ഇവിടേക്ക് കൂടുതലായിട്ടുള്ള അമേരിക്കയുടെ സൈഡിൽ നിന്ന് കൂടുതലായിട്ടുള്ള ഈ F-35 വിമാനങ്ങളെ ഇന്നലെ രാത്രി ഇന്നുമായിട്ട് അവിടേക്ക് വിന്യസിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും വിമാനങ്ങൾ യൂറോപ്പ് ക്രോസ് ചെയ്ത് അവിടെ വന്ന് നിൽക്കുന്നത്, അതായത് മിഡിൽ ഈസ്റ്റിലുള്ള മറ്റ് എയർബേസുകളിൽ ഡയറക്റ്റ് അവർക്ക് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പേടിയുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ വന്നിട്ട്. അതായത് ഇത് ഏകദേശം ഇറാനിൽ നിന്ന് 6000 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇറാന്റെ കയ്യിലുള്ള മിസൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് നമ്മൾ കണ്ടത് 2000 കിലോമീറ്റർ വരെ പോകാൻ പറ്റുന്ന മിസൈൽസ് ആണ്. അതല്ല 8000 കിലോമീറ്ററും 10000 കിലോമീറ്ററും ഒക്കെ പോകുന്ന മിസൈൽസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതെവിടെ ഇതുവരെ പ്രയോഗിക്കപ്പെട്ട് കണ്ടിട്ടില്ല. അപ്പം പിന്നെ നിയറസ്റ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിയൻ ബേസ് അല്ലാണ്ട് പിന്നെ നിയറസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു ബേസാണ് ഈ പറഞ്ഞ അസോറാസ് ബേസ്, പോർച്ചുഗലിലുള്ള. അപ്പം അവിടേക്ക് ഒരുപാട് F-35 വിമാനങ്ങൾ ഇപ്പം വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രിയോട് കൂടി അവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഇത് യുദ്ധത്തിന് മുമ്പുള്ള ഒരു അറ്റാക്കിന് വേണ്ടിയിട്ട് തന്നെയാണ് എന്നാണ് പല ആൾക്കാരുടെയും ഒരു അഭിപ്രായം. എൻ്റെ വിഷ്വൽസ് ആട്ടോ, അവിടെ നിന്ന് ക്യാപ്ചർ ചെയ്തിട്ടുള്ള ചില വിഷ്വൽസ് ആണ് നിങ്ങൾ കാണുന്നത്. ചില ഫയൽ വിഷ്വൽസും ഉണ്ട്, ചില റീസെന്റ് ഇതും ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പം ആക്രമണ ലക്ഷ്യം വളരെ കറക്റ്റാണ്. ഇപ്പം ബ്രിട്ടന്റെ സൈഡിൽ നിന്നാണെങ്കിലും ഫ്രാൻസിന്റെ സൈഡിൽ നിന്നും ഇസ്രായേലിന്റെ സൈഡിൽ നിന്നും ഒക്കെ എങ്ങനെ ആക്രമിക്കണം, അല്ലെങ്കിൽ എവിടെയൊക്കെ ആക്രമിക്കണം, അല്ലെങ്കിൽ അവരുടെ സാറ്റലൈറ്റ് വ്യൂസിന്റെ സഹായത്തോടു കൂടി ഇറാന്റെ പല ഭാഗങ്ങളും സ്പോട്ട് ചെയ്ത് അമേരിക്കയുടെ കയ്യിലോട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ള ന്യൂസുകളൊക്കെ ഇന്നലെ മുതലേ വരുന്നുണ്ട്. അത് എപ്പോഴും അങ്ങനെയാണല്ലോ. ഇപ്പൊ ഈ രാജ്യങ്ങളൊക്കെ ഇറാനെ തകർക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ തന്നെയാണ് അമേരിക്കയുടെ കൂടെ കൂടിയിട്ട്. അപ്പം ഇതാണ് മെയിൻ കാര്യം. പക്ഷേ ഇതേ സ്ഥാനത്ത് ഇറാന്റെ കയ്യിൽ യഥാർത്ഥത്തിൽ ആണവ ഊർജ്ജം ഉണ്ട്, അല്ലെങ്കിൽ യുറേനിയം അവരിപ്പോഴും അവിടെ എന്താ പറയുക സമ്പുഷ്ടീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി ആണവ നിലയങ്ങളുണ്ട്. അപ്പം ഡയറക്റ്റ് ഉള്ള ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ, അത് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ, ഒരു ലീക്കേജ് വന്നു കഴിഞ്ഞാലുള്ള ദുരന്തം ഇറാനിൽ മാത്രമല്ല നിയറസ്റ്റുള്ള മറ്റു രാജ്യങ്ങളിലോട്ടൊക്കെ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു പേടിയും ഈ രാജ്യങ്ങൾക്കുണ്ട്. ഈ പേടിയുള്ളതുകൊണ്ട് തന്നെയാണ് അമേരിക്ക കയറി ഇതുവരെ അടിക്കാണ്ടിരിക്കുന്നതും. അവർക്ക് നല്ല പേടിയുള്ളതുകൊണ്ട് തന്നെയാണ്. ഇറാന്റെ അടി മാത്രമല്ല അവർക്ക് പേടി, ഇത്തരത്തിലുള്ള മറ്റ് ഇന്റേണൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ലോക രാജ്യങ്ങൾക്ക് തന്നെ വരും എന്നുള്ളൊരു കാര്യമാണ്. ഇതേ സ്ഥാനത്ത് ഇറാൻ മറ്റൊരു എന്താ പറയുക കാര്യം, അവരുടെ ഒരു തന്ത്രം എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇറാന്റെ ഗോസ്റ്റ് ബോട്ട് തന്ത്രം എന്ന് പറയും. അതായത് അവരുടെ വെറും 17 മീറ്റർ മാത്രമുള്ള ചെറിയ ചെറിയ ബോട്ടുകളുണ്ട്. അതിന്റെ ഫയൽ ചിത്രങ്ങൾ മുമ്പ് നമ്മൾ ഇറാന്റെ മിസൈൽ സിറ്റി, അതായത് അണ്ടർഗ്രൗണ്ട് മിസൈൽ സിറ്റിയിൽ മുമ്പ് പുറത്തോട്ട് വന്നിട്ടുണ്ട്. അതായത് 17 മീറ്റർ മാത്രം വരുന്ന ഒരു അത്യാധുനിക ബോട്ടാണിത്. അവരുടെ കയ്യിൽ മാത്രം അവരായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബോട്ടാണ് ഗോസ്റ്റ് ബോട്ട് തന്ത്രം. ഇറാൻ പ്രയോഗിക്കാൻ പോകുന്നതായിരിക്കും ആദ്യം തന്നെ അമേരിക്കയുടെ ഇത്തരത്തിലുള്ള അർമാഡ പോലത്തെ വ്യൂഹത്തിനെതിരെ ഇറാൻ പ്രയോഗിക്കാൻ പോകുന്ന തന്ത്രം ഇതായിരിക്കും. ഈ ബോട്ടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 17 മീറ്റർ മാത്രം നീളമുള്ള ബോട്ട്. ഇത് റഡാറുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചില കഴിവുകൾ ഇതിനുണ്ട്. അതായത് കുറച്ചു നേരം വെള്ളത്തിന് അടിയിൽ പോയി നിൽക്കാനും, നമ്മൾ ഈ അവതാറിലൊക്കെ കണ്ടിട്ടില്ലേ, വെള്ളത്തിന്റെ അടിയിലോട്ട് പോകും പിന്നെ മേലോട്ട് പൊന്തി വരും, ആ അവസ്ഥയിലുള്ളൊരു ബോട്ടാണിത്. അടിയിലോട്ട് സബ്മറൈൻ പോലല്ല, സബ്മറൈൻ അടിയിൽ തന്നെ പോയി ജസ്റ്റ് മുകളിലോട്ട് വന്നിട്ട് ഉള്ള ഒരു ഇതുമായി. ഇത് അങ്ങനെയല്ല, ബോട്ട് കംപ്ലീറ്റ്ലി മേലെയും കൂടെ പാസ് ചെയ്യും. അത് കഴിഞ്ഞാൽ റഡാറുകളുടെ കണ്ണ് വെട്ടിക്കാൻ പറ്റില്ല, അകത്തോട്ട് പോകാനുള്ള ഓപ്ഷൻസും ഈ ബോട്ടുകളിൽ വെച്ചിട്ടുണ്ട്. വളരെ ചെറുതാണ്, ഭയങ്കര സ്പീഡാണ്. ഇതിൽ ഇവരുടെ മിസൈൽസിനെ വരെ അവർ ഘടിപ്പിച്ചിട്ട് പോകാൻ പറ്റുന്ന ബോട്ടുകളാണ്. അപ്പം ഇതായിരിക്കാം ഒരു പ്രൈമറി അറ്റാക്കിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കടലിൽ നിന്നുള്ള പ്രൈമറി അറ്റാക്കിന് വേണ്ടിയിട്ട് ഇവർ യൂസ് ചെയ്യാൻ പോകുന്ന ബോട്ട് എന്നാണ് ഇപ്പം കുറേ പേര്, അല്ലെങ്കിൽ വിദഗ്ധമായിട്ടുള്ള കുറേ ആളുകൾ പുറത്തോട്ട് പറയുന്നത്. ഇത്തരത്തിലുള്ള ചെറിയ കുറേ ബോട്ടുകളും അതിൻ്റെ കൂടെ തന്നെ കുറേ ഡ്രോണുകളും ഉപയോഗിച്ച് ഒരേ സമയത്ത് അറ്റാക്ക് ചെയ്യുന്ന രീതിയാണ് ഇറാൻ
ഇറാൻ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിന് പറയുന്ന ഇതിൻ്റെ ഒരു പേര് പറയുന്നത് സ്വാം ടാക്ടിക് എന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു അറ്റാക്കിംഗ് രീതിക്ക് ആളുകൾ ഇപ്പോൾ ഇറാൻ തന്നെ പേരിട്ട് വിളിക്കുന്നത്. അപ്പം ഇതിൽ മറ്റ് ചില കാര്യങ്ങൾ പറയണ ഈ അമേരിക്കയുടെ ബോട്ടുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷിപ്പുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രില്യൺ കണക്കിൽ അമേരിക്കൻ ഡോളേഴ്സിൻ്റെതാണ്. പക്ഷേ ഇറാൻ്റെ ഇത്തരത്തിലുള്ള ബോട്ടുകൾക്ക് ചുരുങ്ങിയ പൈസ, ലക്ഷങ്ങൾ മാത്രം വരുന്ന എന്താ പറയുക മിസൈൽസ് ആണ് അവർ അതിൽ യൂസ് ചെയ്യുന്നത്. ബോട്ടുകളുടെയും ആ ഒരു മേക്കിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതായിരിക്കും. പക്ഷേ അവരുടെ ഇപ്പോൾ ഈ യുദ്ധത്തിൽ ഈ എന്താ പറയുക തന്ത്രങ്ങൾ വേണം അല്ലേ, അല്ലാണ്ട് ഈ പറഞ്ഞ വലിയ വലിയ മെഷീൻസും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്ത് ഉണ്ട് എന്നല്ല, പക്ഷേ കുറച്ച് ബുദ്ധിയും തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വേണം യുദ്ധം ചെയ്യാൻ. അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രി തന്നെയാണ് ഇറാൻ. അമേരിക്കനെ പോലെ ടെക്നോളജി കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു രാജ്യമല്ല, അതല്ലാണ്ട് അതിൽ കൂടുതൽ തന്ത്രങ്ങൾ മെനയാൻ പറ്റുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള അറ്റാക്കാണ് ഇവർ സൈഡിൽ നിന്ന്, അതായത് ചെറിയ ബോട്ടെന്നും വലിയ ബോട്ടെന്നും ഡ്രോണുകളായിട്ടും മിസൈലുകളായിട്ടും, പിന്നെ ഇവരുടെ കയ്യിലുള്ള ഫൈറ്റർ ജെറ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ പഴയത് F-15 F-16 ഒക്കെ പഴയതാണ്. പിന്നെ ഇപ്പം ഇവരുടെ എന്താ പറയുക റഷ്യയുടെ സൈഡിൽ നിന്ന് ഈ സുഖോയ് പോലത്തെ വിമാനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ള ഇത് വരുന്നുണ്ട്, ന്യൂസ് വരുന്നുണ്ട്. അത് എത്രത്തോളം കറക്റ്റാണ്, അതല്ലെങ്കിൽ കംപ്ലീറ്റ്ലി റഷ്യ പാസ് ചെയ്തിട്ടുണ്ടോ എന്നും അറിയില്ല. അതുപോലെ തന്നെ ചൈനയുടെ കയ്യിൽ നിന്നും ചില വിമാനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റിയും കൂടുതൽ ഡീറ്റെയിൽസുകളൊന്നും ആരുടെ കയ്യിലും ഇല്ല, പക്ഷെ പറയപ്പെടുന്നുണ്ട്. അപ്പം അമേരിക്കയുടെ സൈഡിൽ നിന്നും ഇസ്രായേലിന്റെ സൈഡിൽ നിന്നും അവരുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവർ ചെയ്യാൻ പോകുന്ന അവരുടെ എയർ സ്ട്രൈക്കുകളാണ്, വലിയ വലിയ ടെക്നോളജി വിമാനങ്ങൾ വെച്ചിട്ടുള്ള എയർ സ്ട്രൈക്കുകളാണ്. ഇറാൻ ഇതിനെ ആക്രമിക്കാൻ പോകുന്ന ആ ഒരൊറ്റ സ്ഥലത്ത് നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും കൂട്ടത്തിൽ ഇപ്പോൾ കടലിലോട്ട് വരികയാണെങ്കിൽ അവരുടെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ബോട്ടുകൾ വെച്ചിട്ടുള്ള ആക്രമണങ്ങളായിരിക്കും ഇറാന്റെ സൈഡിൽ നിന്ന് വരാൻ പോകുന്നത്. ഇനി അത് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നില്ലേ, ഷാഹിദ് ബഗേരി എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു കപ്പലിനെ പറ്റിയിട്ട്, അതായത് ഒരു വാണിജ്യ ആവശ്യത്തിനുണ്ടാക്കിയ ഒരു കപ്പൽ, അതിൻ്റെ ഒരു അവസാനത്തോട്ടുള്ള ഭാഗത്ത് റൺവേ ഇങ്ങനെ കുത്തനെ മേലോട്ട് പൊക്കിയെടുത്തിട്ട് അവരൊരു വിമാനവാഹിനി കപ്പലാക്കി. അത് കപ്പലാക്കുന്നതിൻ്റെ കൂടെ തന്നെ 10-60ഓളം ഡ്രോണുകളും ചെറിയ ചെറിയ മിസൈൽസുകളും അതിൽ ഒരേ സമയത്ത് കൊണ്ടുപോകാനുള്ള ഓപ്ഷൻസ് വരെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഷിപ്പൊക്കെ അവരുടെ കയ്യിലുണ്ട്. ചിലവ് കുറഞ്ഞ, പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആധുനികമായിട്ട് പല സാങ്കേതിക വിദ്യകളും വെച്ചിട്ടുള്ള ഈ ഷാഹിദ് ബഗേരി പോലത്തെ ഷിപ്പുകൾ ഇറാന്റെ കയ്യിലുണ്ട്. ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ഇറാൻ ഈ ഒരു ആക്രമണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുമാത്രമല്ല, ഇന്നലെ മറ്റൊരു വീഡിയോയും കൂടെ ഇറാൻ പുറത്തു വിട്ടിട്ടുണ്ട്. ഏകദേശം 1000ഓളം വരുന്ന ഡ്രോണുകളുടെ ചിത്രങ്ങൾ വെച്ചിട്ട്, അതായത് ഞങ്ങൾ കരമാർഗം, സമുദ്രമാർഗം അല്ലെങ്കിൽ ആകാശമാർഗം ഏത് രീതിയിൽ ഞങ്ങൾ ആക്രമിക്കാൻ ഞങ്ങളുടെ ആ ഒരു സൈന്യത്തിൻ്റെ സൈഡിലോട്ട് ഇത്രയും 1000ഓളം പുതിയ മിസൈൽസ് അല്ലെ പുതിയ ഡ്രോണുകൾ ആഡ് ചെയ്തതിൻ്റെ വിഷ്വൽസും ഇന്നലെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടിട്ടാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടു നിൽക്കുന്നത് അമേരിക്കയും. ഇക്കൂട്ടത്തിൽ ഇനി പുറത്തുവിടാത്ത യഥാർത്ഥ ഈ പറഞ്ഞ എന്താ പറയുക ആണവ ആയുധങ്ങൾ വല്ലതുണ്ടെങ്കിൽ അമേരിക്ക വഴിക്ക് പോകില്ല. അതിലൊരു കൺഫർമേഷൻ കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഉണ്ട് എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ, അവരുടെ കയ്യിൽ ഉണ്ട് എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ടോ ചെറിയ രീതിയിൽ വരെ എങ്ങനെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു ഡിസ്കഷനിൽ വന്നിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ഒരു യുദ്ധം ഇല്ലാണ്ടാക്കാൻ നോക്കും. അതാണ് അമേരിക്കയുടെ ഒരു രീതി. ഇപ്പോൾ ഇറാഖിൻ്റെ സൈഡിൽ അതുണ്ട് എന്നും പറഞ്ഞിട്ട്, പക്ഷേ ഇറാഖ് അതില്ല എന്നും പറഞ്ഞാൽ അതില്ല എന്നുള്ള കൺഫർമേഷൻ കിട്ടിയതിന് ശേഷമാണ് ഇറാഖിനെ വരെ പോയി അടിക്കുന്നത്. അതേപോലെ തന്നെ ഇറാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇല്ല എന്നുള്ളൊരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അമേരിക്ക അടിച്ചിരിക്കും. തിരിച്ച് ഇറാൻ എവിടെ മിഡിൽ ഈസ്റ്റിൽ പോയിട്ട് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഒരു പ്രശ്നമോ ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു യുദ്ധസന്നാഹങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു വെയിറ്റിംഗ് പീരീഡ് മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ ഇറാൻ മരണം വരെ, അത് ഉറപ്പാണ്, അതിലൊരു സംസാരമില്ല, മരണം വരെ അടിച്ചിരിക്കും. ആ ഒരു കാര്യവും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്നലത്തോടുകൂടി നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിപ്പം കംപ്ലീറ്റ് യൂറോപ്പ് ഇറാൻ്റെ IRGCനെ കംപ്ലീറ്റ്ലി ഒരു ഭീകര സംഘടനയാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ റഷ്യ അവരുടെ ആണവ എഞ്ചിനീയേഴ്സിനൊക്കെ അവിടെ തിരിച്ചു വിളിച്ചു. അപ്പം അതൊക്കെ യുദ്ധത്തിലോട്ട് തന്നെ പോകുന്നത്. യുദ്ധം ഇവിടെ പെട്ടെന്ന് സ്കിപ്പാകാൻ പോകുന്നില്ല. പിന്നെ ഇന്ന് ഇറാന്റെ 1-2 സൈനിക മേധാവികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, 1-2 ബോംബിട്ട് തിരിച്ച് പോവാം, അല്ലെങ്കിൽ 2 മണിക്കൂർ യുദ്ധം കഴിഞ്ഞിട്ട് ഞങ്ങൾ നിർത്തിയിട്ടോ, നമ്മൾ യുദ്ധം തീർന്നു, ഞങ്ങൾ ജയിച്ചു എന്ന് പോവാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വിചാരിക്കരുത്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീർത്തിട്ടേ ഞങ്ങളും അടങ്ങുള്ളൂ. ഇപ്പം നിങ്ങളുടെ സൈഡാണ്, നിങ്ങളും അടങ്ങിക്കോളൂ. അതല്ലാണ്ട് 2 മണിക്കൂർ യുദ്ധം എന്നും ആരും മനസ്സിൽ വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട എന്നുള്ള ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പും കൂടെ ഇറാന്റെ സൈഡിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടിട്ടുള്ള 1-2 എന്താ പറയുക അപ്ഡേറ്റുകൾ. ഇറാന്റെ ഈ ഒരു ഗോസ്റ്റ് ഷിപ്പിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസും, അതുപോലെ തന്നെ ഈ അമേരിക്കയുടെ F-35 ഈ അസോറാസ് എയർബേസിലോട്ട് വന്നതിൻ്റെ ഡീറ്റെയിൽസുമാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത അപ്ഡേറ്റിൽ കാണാം.